ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും. മനം ദേവനെ തേടും, അനുഗ്രഹം നേടും. ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്ത് തുടർന്ന് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? നിന്റെ ജനം എൻ്റെ ജനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:15 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. രൂത്തിന് വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന അന്നു മുതൽ ഓരോരോ പുതിയ കാര്യങ്ങൾ കേൾക്കുവാൻ അവൾക്ക് ഇടയായി. അവരുടെ വീട്ടിൽ ഭർത്താവിനോടൊപ്പം ആയിരുന്നപ്പോഴും ഭർത്താവിൻ്റെ മരണശേഷവും പല സന്ദർഭങ്ങളിലായി ഈ പുതിയ കൂട്ടത്തെക്കുറിച്ച്, പുതിയ ജനത്തെക്കുറിച്ച് പല കാര്യങ്ങളാണ് അറിഞ്ഞ് വരുവാനിടയായത്. അബ്രഹാം എന്ന വ്യക്തിയെ വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് വിളിച്ചത്, വേർതിരിച്ചത്, ഒരു ജാതിയാക്കി തീർത്തത്, തുടർന്ന് മിസ്രയീമിൽ അവർ അടിമകളായി തീരുവാനുണ്ടായ സാഹചര്യം, അവിടെ നിന്നും അവരെ വിടുവിക്കുവാൻ 10 ബാധകൾ ഉണ്ടായതിനെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ വിചിത്രമായി അവൾക്കത് തോന്നിക്കാണും. ഇതൊക്കെ അവളിൽ വലിയ അതിശയം ഉളവാക്കി. ഇതെന്തൊരു ദൈവമാണ്? ഈ ജനത്തോട് ഇത്ര പ്രത്യേകമായി ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പല സംശയങ്ങളും ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് അമ്മാവിയമ്മ പറഞ്ഞു കൊടുത്ത് കാണുമോ? നമുക്കത് അറിഞ്ഞുകൂടാ. ഏതായാലും രൂത്തിൻ്റെ ഹൃദയത്തിൽ ഒരു അതിശയ വിഷയമായി കേട്ടതായ പൂർവകാല സംഭവങ്ങളൊക്കെ മാറി. മാത്രമല്ല, ഹോരേബിൽ വെച്ച് കൽപ്പനകൾ ലഭിക്കുമ്പോൾ ഉണ്ടായത് അവർ പറഞ്ഞു കൊടുത്ത് കാണും. ആവർത്തനം 4:6 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട്, ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. അന്യജാതിക്കാരിയായ രൂത്തിന്റെ മനസ്സിലും ഇത് തന്നെയാണ് വരുന്നത്. ഇതെന്തൊരു ശ്രേഷ്ഠജാതി! ഇനി ഇസ്രായേൽ അവരെക്കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ്? 7-8 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. ആ ഭാഗം അവസാനിപ്പിച്ചത് അവളിൽ എല്ലാത്തിനേക്കാളും കൂടുതൽ ചിന്ത ഉളവാക്കി. ഈ ജനത്തോട് സ്നേഹം മാത്രം കാണിച്ച അതേ ദൈവം തന്നെ പറയുന്നു 24-ാം വാക്യത്തിൽ: നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ, സമ്മിശ്രമായ ചിന്തകൾ അവളിൽ ഉളവാക്കി കാണും. ഇങ്ങനെ പല വർഷങ്ങളായി അവൾ കേട്ട കാര്യങ്ങളൊക്കെ അവളുടെ ഹൃദയത്തിൽ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. എബ്രായ ലേഖനം 4:2 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു പ്രത്യേക പ്രക്രിയയായിരുന്നു അവളിൽ നടന്നുകൊണ്ട് ഇരുന്നത്. നാം എങ്ങനെയാണ് വായിക്കുന്നത്? എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. രൂത്തിൽ ഈ കേട്ടതൊക്കെ പരിണമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് വിശ്വാസമായി പരിണമിച്ചു, അത് ഉപകാരമായി വന്നു. ഇപ്പോഴാണ് അതൊരു പ്രഖ്യാപനമായിട്ട് പുറത്തു വന്നത്. പ്രിയമുള്ളവരെ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം 10:17 നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വചനമാണ് രൂത്ത് അനുദിനം കേട്ടുകൊണ്ടിരുന്നത്. അതായത് ദൈവത്തെക്കുറിച്ചും ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും.
നാം ആദ്യം വായിച്ച വാക്യം ഇത്തൊരെണ്ണത്തിൽ എത്രയോ അന്വർത്ഥമാണ്. ലൂക്കോസ് 8:15 നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, വചനമാണ് കേട്ടത്, നല്ല മണ്ണിലാണ് അത് വീണത്. ഗുണമുള്ള നല്ല ഹൃദയമായിരുന്നു അത്. അവിടെ അത് സംഗ്രഹിച്ചു, ക്ഷമയോടെ അത് പരിവർത്തിച്ചു, അത് പരിണമിച്ചു. അല്പം സമയമെടുത്തു, അവസാനം അത് ഫലം കൊടുത്തു. എന്താണ് ഫലം? അത് അവരുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. പൂർത്തിയാകാത്ത വാചകം പോലെ വ്യാകരണക്കാർ ഇതിനെ കാണുവാനായിട്ട് ഒരു പക്ഷേ ഇടയായിത്തീരും. എന്നാൽ രൂത്ത് പറയുകയാണ്, എനിക്കിത് മതി. ലോകപ്രസിദ്ധി നേടിയ വാക്കുകളാണവ. ലൂക്കോസ് 8:18 കർത്താവ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. എൻ്റെ പ്രിയമുള്ളവരെ, നാം കേൾക്കുന്ന വചനങ്ങൾ സംഗ്രഹിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മറിയ കേട്ടതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു. അതെല്ലാം ക്ഷമയോടെ ഫലം ഉളവാകുന്നതായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രഹം നേടും ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും.